യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. അടുത്ത വെയിലിൻ്റെ സാഹചര്യത്തിൽ ഒട്ടേറെ ആളുകൾ നഗരത്തിലുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും നമ്മുടെ സമയം പറഞ്ഞതിനേക്കാൾ 30 മിനിറ്റ് കൂടി ലേറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളന പരിപാടി ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ചരിത്രമുറങ്ങുന്ന കേരള ചരിത്രത്തിലേടുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള മഹാത്മാ അയ്യങ്കാളി സ്മാരക ഹാളിലാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമരപ്രഖ്യാപന നിമിഷം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. പ്രാരംഭം എന്ന നിലയിൽ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് അനുസ്മരണത്തിനായിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന നിരവധി സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സദസ്സിൽ ഇരിപ്പുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവരെല്ലാം മുൻനിരയിലേക്ക് കടന്നിരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഒട്ടനവധി പ്രമുഖരാണ് സദസ്സിലിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ നമ്മുടെ സ്റ്റേജ് ചെറുതായതുകൊണ്ട് കുറച്ചാളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പ്രധാനമായും നമ്മൾ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. നിതിൻ രാജിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 50-ലധികം ദളിത് സംഘടനയുടെ ഒരു കോർഡിനേഷൻ അടിയന്തരമായി യോഗം ചേരുകയും ആ യോഗത്തിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പങ്കെടുക്കാത്ത സംഘടനകൾ ഉൾപ്പെടെ ഏതാണ്ട് 70-ലധികം സംഘടനകൾ 14 ജില്ലകളിൽ നിന്നും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പിന്തുണ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലും സംസ്ഥാനത്ത് നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിക്കുവാൻ നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ പ്രാരംഭം എന്നുള്ള നിലയിലുള്ള സമരങ്ങൾ വിവിധ സംഘടനകൾ നടത്തിക്കഴിഞ്ഞു. കേരളം കാതോർക്കുന്ന മറ്റൊരു വലിയ സമരമുഖത്തേക്ക് നമ്മളെല്ലാവരും യോജിച്ചുകൊണ്ടിറങ്ങുകയാണ്. അതിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ന് മഹാത്മാ അയ്യങ്കാളി ഹാളിൽ നടക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി KPMSൻ്റെ ജനറൽ സെക്രട്ടറി PM വിനോദ് അവറുകളെ ക്ഷണിച്ചുള്ളൂ.